പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 103 സങ്കീർത്തനം അതിൻ്റെ 5 വചനം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്. ഒന്ന്, യൗവനം കഴുകനെ പോലെ പുതുകി വരും. 2, നന്മയാൽ നിറയ്ക്കും, തൃപ്തി വരുത്തും. ഞാനൊരു കാര്യം, ഇന്നെൻ്റെ ബർത്ത്ഡേ ആകട്ടോ. ഞാൻ കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ജീവനോടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ദയ, അവിടുത്തെ വിശ്വസ്തത, അവിടുന്ന് തന്നതല്ലാതെ ഒന്നും എനിക്കില്ല. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യം, ഭൗതിക നന്മകൾ, ആത്മീക അനുഗ്രഹങ്ങൾ, കുടുംബജീവിതം എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അപ്പായ്ക്ക് അർപ്പിക്കുന്നു. എൻ്റെ ഈ ചെറിയ ആയുസ്സിൽ കർത്താവ് പഠിപ്പിച്ച ഒരു പാഠം നിങ്ങളുമായി പങ്കുവയ്ക്കാം കേട്ടോ. നമുക്കെല്ലാം എപ്പോഴും ആരോഗ്യത്തോടെയും യൗവനം പുതുക്കി വന്ന് എപ്പോഴും ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും ഒക്കെ ഇരിക്കുവാൻ ഇഷ്ടമല്ലേ? യൗവനം പുതുക്കി വരിക എന്ന് വെച്ചാൽ യൗവനത്തിൽ ഭയങ്കര ഉത്സാഹമാണ്, ചോരത്തിളപ്പാണ്, സന്തോഷമാണ്, കാര്യങ്ങൾ ചെയ്യുവാനുള്ള ധൃതിയും ഉത്സാഹവും ഒക്കെയുണ്ട്. പക്ഷേ പ്രായം ചെല്ലുന്തോറും നമ്മുടെ ഉത്സാഹത്തിനൊക്കെ കുറവ്, മടുപ്പ് വരുവാൻ സാധ്യതയുണ്ട്. അത് വരാതെ എപ്പോഴും ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ഇരിക്കുവാൻ ഒരു ടിപ്പ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. 103 സങ്കീർത്തനം അതിൻ്റെ 5 വചനം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന നന്മകളിൽ നമുക്കൊരു തൃപ്തി ഉണ്ടെങ്കിൽ, തൃപ്തമായൊരു മനസ്സ് എന്ന് പറഞ്ഞ്, തൃപ്തിയുള്ളൊരു മനസ്സ്, കണ്ടൻ്റ് ആയിരിക്കുക, സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, എല്ലാത്തിലും തൃപ്തിയോടെ ആയിരിക്കുക. ഇല്ല എന്നുള്ള പറച്ചിൽ നിർത്തിയിട്ട്, കർത്താവ് എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തയായിരിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, അവിടുന്ന് തന്ന ഓരോ ദാനത്തിലും ഞാൻ തൃപ്തനാണ് എന്നുള്ളൊരു മനോഭാവം, അങ്ങനെയുള്ള ശബ്ദം നമ്മളുടെ നാവിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, യൗവനം പുതുകി വരും. എപ്പോഴും പരാതി പറയുകയാണെങ്കിൽ, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ പപ്പ ജീവനോടെ ഉള്ളപ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു ഉദാഹരണമാകട്ടോ. ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ എപ്പോഴും ഇല്ലായ്മ പറയും, അതില്ല ഇതില്ല. തൻ്റെ ഹസ്ബൻഡ് ജോലിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇല്ലാത്തതിൻ്റെ ലിസ്റ്റാണ് എപ്പോഴും പറയുന്നത്. സന്തോഷമില്ല, സാധനമില്ല, സമാധാനമില്ല, മക്കളനുസരിക്കുന്നില്ല, വീട്ടിൽ എപ്പോഴും സമാധാനവും സ്വസ്ഥതയുമില്ല, അല്ലെങ്കിൽ അരി ഇല്ല, തീർന്നു പോയി, പച്ചക്കറി ഇല്ല, ഇങ്ങനെ ഇല്ലാത്തതിൻ്റെ ലിസ്റ്റാണ് എപ്പോഴും പറയുന്നത്. അപ്പം ഈ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്നെങ്കിലും ഈ ഇല്ലായ്മ പറയാതെ ഉള്ള കാര്യം ഒന്ന് പറയാമോ? നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് അതൊന്ന് പറ. ഈ ഇല്ല എന്ന് പറഞ്ഞ് ശീലിച്ച ഈ സ്ത്രീ തൻ്റെ ഹസ്ബൻഡ് വന്ന് ഇല്ലാത്തതിൻ്റെയൊക്കെ കണക്ക് പറഞ്ഞു. ഇനിയും എന്താ ഉള്ളത് എന്ന് ഹസ്ബൻഡ് ചോദിച്ചപ്പം ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പഞ്ചസാര ഇല്ലാതെയില്ല എന്ന് വെച്ചാൽ പഞ്ചസാരയുണ്ട്, പക്ഷേ താൻ ഇല്ല എന്ന് പറഞ്ഞ് ശീലിച്ച് പുള്ളിക്കാരി പറയാ, പഞ്ചസാര ഇല്ലാതെയില്ല, ബാക്കിയൊന്നും ഇല്ല. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു മനോഭാവമാണെങ്കിൽ ഇല്ല, വയ്യ, ആകത്തില്ല, ചെയ്യത്തില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഈ ഇല്ല എന്നുള്ള തൃപ്തിയില്ലാത്തൊരു മനോഭാവം, അങ്ങനെയുള്ളൊരു മനസ്സാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരാകും കേട്ടോ. ശരീരം പെട്ടെന്ന് വാർദ്ധക്യത്തിൻ്റെ ക്ഷീണങ്ങളും വേദനകളും നമ്മെ അറിയിക്കും. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം തൃപ്തിയുള്ളൊരു ഹൃദയമാണ്, തൃപ്തിയുള്ളൊരു മനസ്സാണ്. നമ്മളുടെ വായിൽ നിന്ന് കർത്താവ് ചെയ്ത നന്മകൾ അത് നമ്മളെ എന്തുമാത്രം തൃപ്തിപ്പെടുത്തുന്നുവെന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞേ.
I am happy. I am satisfied. I am blessed. I have everything. എനിക്കെല്ലാം ഉണ്ട്. I am immensely blessed. ഞാൻ ഏറ്റവും നല്ല നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് വാ തുറന്ന് വിളിച്ചു പറഞ്ഞേ. തൃപ്തിയുള്ളൊരു ഹൃദയത്തോടെയായിരുന്നേ നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. ആ നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞേ, എൻ്റെ ആരോഗ്യം പുതുക്കി വരും, എൻ്റെ സൗന്ദര്യം പുതുക്കി വരും, എൻ്റെ ആത്മീക ജീവിതം പുതുക്കി വരും, എൻ്റെ സമാധാനം പുതുക്കി വരും, സ്വസ്ഥത പുതുക്കി വരും. എൻ്റെ ആയുസ്സിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാൻ ഇനിയും സന്തോഷം, സമാധാനം, സൗഖ്യം, ആരോഗ്യം ഞാൻ അനുഭവിക്കും, ആസ്വദിക്കും. എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ കർത്താവിനെ വ്യക്തിപരമായി ദിവസങ്ങളിൽ അനുഭവിക്കും. ഹല്ലേലൂയ. തൃപ്തിയുള്ളൊരു ഹൃദയം, തൃപ്തിയുള്ളൊരു മനസ്സ്, തൃപ്തിയുള്ളൊരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, താങ്ക് യു അപ്പാ. അങ്ങ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത സകല നന്മയ്ക്കും സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പപ്പ, നന്ദി. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഉണ്ണുവാൻ, ഉടുക്കുവാൻ, താമസിക്കുവാൻ, സഹകരിക്കുവാൻ ഒക്കെ തന്ന ആഹാരത്തിനും ബന്ധങ്ങൾക്കും ഭവനത്തിനും യാത്ര ചെയ്യുവാൻ തന്ന വാഹനങ്ങൾക്കും എല്ലാത്തിനും നന്ദി അപ്പ. എൻ്റെ പ്രിയപ്പെട്ടവർക്കും കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അവർക്ക് കൊടുത്ത കുടുംബങ്ങൾക്ക്, തലമുറകൾക്കെല്ലാം സ്തോത്രം അപ്പ. ഹല്ലേലൂയ. അങ്ങ് ദോഷമായി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്ക് നന്ദി. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്താപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങളുടെ നാവിൽ നിന്ന് കർത്താവ് ചെയ്ത നന്മകൾ അത് തൃപ്തിയോടെ വിളിച്ചു പറ. തൃപ്തിയുള്ളൊരു ഹൃദയം, ഒരു ജീവിത മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. നിശ്ചയമായും യൗവനം ഓരോ ദിവസവും പുതുകി വരും. ബ്ലെസ് യു.